ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഞങ്ങളുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനും കിച്ചൂസും മമ്മിയും കൂടി പശുപ്പാറയ്ക്ക് പോവുകയാണ്. അതായത് ഏലപ്പാറ കഴിഞ്ഞ് ഉപ്പുതറ റൂട്ടാണത്. അപ്പോൾ അവിടെ മമ്മിയുടെ ചേച്ചിയുടെ മകൻ്റെ കൊച്ചിൻ്റെ ആദ്യ കുർബാനയാണ്. ശനിയാഴ്ചയാണ് ഞങ്ങൾ ഇവിടെ നിന്ന് പോകുന്നത്, ഞായറാഴ്ചയാണ് ആദ്യ കുർബാന. അപ്പോൾ ഞങ്ങൾ രാവിലെ 10:30 വീട്ടിൽ നിന്നിറങ്ങി പേട്ട വരെ വരുമ്പോൾ നല്ല ചൂടായിരുന്നു. ഇത് അരീത്രപ്പള്ളിയാണ് കേട്ടോ. ഞങ്ങൾ കാഞ്ഞിരപ്പള്ളിയിൽ നിന്ന് പേട്ടയ്ക്ക് ബസ് കയറി വാഗമൺ റൂട്ടാണ് ഞങ്ങൾ പോകുന്നത്. അങ്ങനെ ഞങ്ങൾ ഇരാറ്റുപേട്ട വന്നു. ഞങ്ങൾ വന്നിറങ്ങിയപ്പോൾ തന്നെ 11:30 ബസ് ഉണ്ടായിരുന്നു. ആ ബസ് പോയി. പിന്നെ ഞങ്ങൾ 11:30 തൊട്ടൊരു 12:30 വരെ ഇവിടെ പോസ്റ്റ് അടിച്ചിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഒരു വാഗമൺ ബസ് വന്നത്. അതൊരു സൂപ്പർ ഫാസ്റ്റ് ആയിരുന്നു. ഞങ്ങൾ വന്ന വണ്ടി പഞ്ചറായിപ്പോയി ഗൈസ്. ഞങ്ങളിപ്പോൾ ഇതേ അവിടെ നിന്ന് ഇങ്ങനെ നടക്കുവാണ്. കുറച്ച് പേര് ബസ്സിൽ തന്നെ ഉണ്ട്. എന്ത് ചെയ്യാനാന്ന് പറ, ഇന്ന് വന്നപ്പോൾ തൊട്ട് വള്ളികളായിരുന്നു. അയ്യോ, മമ്മി പുറകെ വരുന്നുണ്ട്. കിച്ചൂസ് ഇതേണ്ടേ ഇതുപോലൊരു പണി കിട്ടുമെന്ന് പ്രതീക്ഷിച്ചില്ല. ഇത് സ്ഥലം 7-ാം നമ്പറാണ് കേട്ടോ. 7-ാം നമ്പറിന് ഇവിടെ നല്ല മഴയായിരുന്നു. മഴയെല്ലാം കഴിഞ്ഞ് ഞങ്ങളിങ്ങനെ നടന്നു പോവാണ്. അപ്പം ഞങ്ങൾ നടന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ വണ്ടിയൊക്കെ വന്നായിരുന്നു. അങ്ങനെ ഞങ്ങൾ വീടെത്തി. ഇത് മമ്മിയുടെ ചേച്ചിയാണ്, വത്സമ്മ ആൻറ്റി. ആൻറ്റിക്ക് മിണ്ടാൻ പറ്റില്ല. പോളിയോ വന്നതോടുകൂടി ആൻറ്റിയുടെ സംസാരശേഷി പോയി. മമ്മിയൊക്കെ 7 പേരാണ്, 5 പെണ്ണും 2 ആണും. അപ്പം ഞങ്ങൾ ദേവിയുടെ വീട്ടിൽ വന്നു. കിച്ചസ് അവിടെ ഇരുന്നുകൊണ്ട് കളിക്കുന്നുണ്ട്. പിന്നെ ഇത് നമ്മുടെ ഡോറയാണ് കേട്ടോ. ഞങ്ങൾ തമ്മിൽ ഫസ്റ്റ് ടൈമാണ് മീറ്റ് ചെയ്യുന്നത്. ഭയങ്കര ദേഷ്യമായിരുന്നു. ഫസ്റ്റ് ടൈമാണ് കാണുന്നുണ്ട്. ഒരു പരിചയവും ഇല്ലായിരുന്നു. വാലാട്ടുന്നുമുണ്ട്, എന്നാൽ അതനുസരിച്ച് കുരയ്ക്കുന്നുമുണ്ട്. ഒരു കുര കേൾക്കുമ്പം തന്നെ നമ്മൾ പേടിച്ചു പോവും. അതുപോലെയായിരുന്നു. പിന്നെ അത്യാവശ്യം നല്ല തണുപ്പൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. മഴയൊക്കെ പെയ്തുകൊണ്ട് ഇവിടെ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് നല്ല മഴയാണെന്നാണ് പറഞ്ഞത്. ഒരു 2 മണി 1 മണിയാകുമ്പോഴത്തേന് ഇവിടെ മഴ തുടങ്ങും. അങ്ങനെ ഞങ്ങൾ അവിടെ വന്ന് ഉച്ചയ്ക്കത്തെ ഫുഡ് കഴിച്ചപ്പോൾ തന്നെ 3 മണിയായി. ഫുഡൊക്കെ കഴിച്ച് ഞാനും മമ്മിയുടെ ചേച്ചിയുടെ മൂത്ത മോളും മമ്മിയും കിച്ചൂസും പിള്ളേരെല്ലാവരും കൂടി മമ്മിയുടെ തറവാട്ടിലേക്ക് പോവുകയാണ്. അവിടെ മമ്മിയുടെ ആങ്ങളയുണ്ട്, അവരുടെ വൈഫുണ്ട്, 2 പിള്ളേരുണ്ട്. ഞങ്ങൾ നടന്നു പോവുകയാണ് താഴേക്ക്. ഇവിടെ വരുന്നത് ഇഷ്ടമാണ്, പക്ഷേ ഒന്നിനെ മാത്രമേ ഉള്ളൂ പേടി, തോട്ടപ്പുഴു. എല്ലാവർക്കും അറിയാമെന്ന് വിശ്വസിക്കുന്നു. ചെറിയൊരു അട്ടയാണ്. അത് കയറി എപ്പോഴാണ് കടിക്കുന്നതെന്നൊന്നും പറയാൻ പറ്റത്തില്ല. അങ്ങനെ ഞങ്ങൾ തറവാട്ടിലെത്തി. ഇതാണ് തറവാട് കേട്ടോ. ഇപ്പോൾ ഇത് പുതിയതായിട്ട് പണിതതാണ്. പണ്ടിങ്ങനെയൊന്നും അല്ലായിരുന്നു. അപ്പോൾ ഇവിടെ ഇപ്പം ആൻറ്റി ഇല്ല, ആൻറ്റിയും പിള്ളേരും ഇല്ല. അങ്കിളും വത്സമ്മ ആൻറ്റിയും മാത്രമേ ഉള്ളൂ. വത്സമ്മാൻ്റെയാണ് കേട്ടോ ഈ ചെടികളെല്ലാം. ഞാൻ ചോദിച്ചപ്പം എനിക്കതിൻ്റെ എല്ലാം ഓരോന്ന് എടുത്ത് തരുകയൊക്കെ ചെയ്തു. പൊന്നുപോലെ നോക്കുന്നതാണ്. ചെടികൾ മാത്രമല്ല, പച്ചക്കറികളും ഉണ്ട്. വീടും തെന്നി കിടക്കുക. വീടല്ലേ? ഇവനെയും കൂട്ടി പോക്കോ.
ആൻറ്റി എപ്പോൾ പറഞ്ഞാൽ കടലാസ് ചെടിയുടെ കമ്പ് തരാമെന്ന് പറഞ്ഞു. അപ്പോൾ അത്തേ മുഴുവൻ പിടിക്കാൻ പറ്റത്തില്ലെന്ന്, അതുപോലെ മുള്ളായിട്ട് നിൽക്കുവാണ്. ഞാൻ വെട്ടാമെന്ന് പറഞ്ഞിട്ട് എന്നെക്കൊണ്ട് വെട്ടിക്കാനും സമ്മതിക്കത്തില്ല. ആൻറ്റി തന്നെ വെട്ടിത്തരാമെന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ എനിക്ക് പിടിക്കാൻ പറ്റുന്നില്ലായിരുന്നു. കുറേ പ്രാവശ്യം എന്നോട് പറഞ്ഞു പിടിക്കാൻ. ഞാൻ പിടിക്കാൻ നോക്കിയിട്ട് എനിക്ക് പറ്റുന്നില്ല. കാരണം മുള്ള് കാരണം. പിന്നെ ആൻറ്റി തന്നെ അവസാനം എനിക്കത് വെട്ടിത്തരുവാണ് ചെയ്തത്. പശുവൊക്കെ ഉണ്ട്. നേരത്തെ ഒരുപാടുണ്ടായിരുന്നു, ഇപ്പം ഇത്രയേ ഉള്ളൂ. എൻ്റെ പേര് ജോക്കുട്ടൻ എന്നാണ്. ഇവർ ഗുജറാത്തിലാണ് താമസിക്കുന്നത്. അവിടെ ചേച്ചിക്കും ചേട്ടായിക്കൊക്കെ അവിടെയാണ് ജോലി. അപ്പോൾ ഇത് മമ്മിയുടെ ചേച്ചിയുടെ മകളുടെ കൊച്ചാണ്. ഇവിടെ എല്ലാം പച്ചക്കറി തോട്ടമാണ് കേട്ടോ. ഇവിടെ എല്ലാം മത്സമാൻറ്റി പച്ചക്കറിയെല്ലാം നട്ടു വെച്ചേക്കുവാണ്. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. സിന്ധു ആൻറ്റി ഒന്നും അവിടെ ഇല്ലായിരുന്നു. കുറച്ച് നേരം അവിടെ ഇരുന്നിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. അത് കഴിഞ്ഞപ്പോൾ അമ്മമാർ പറഞ്ഞു അമ്മമാർക്ക് തോട്ടി പോകണമെന്ന് പറഞ്ഞു. അപ്പം മഴ പെയ്ത് വെള്ളം കലങ്ങി കിടക്കുവാന്ന് പറഞ്ഞിട്ട് കേൾക്കില്ലായിരുന്നു. ഒരു രക്ഷയില്ല. പോകണം എന്നും പറഞ്ഞിട്ട് കിടന്ന് വഴക്കായിരുന്നു. അങ്ങനെ ഞാനും പിള്ളേർ സെറ്റ് അവന്മാരെല്ലാവരും കൂടെ കൂടി തോട്ടിലേക്ക് പോയി. നല്ല രസമാണ് കേട്ടോ ഇതിനിടയ്ക്കൂടെ നടക്കാൻ. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ തോട്ടിൽ ചെന്നപ്പോൾ കണ്ട കാഴ്ച കലങ്ങി വെള്ളം വരുവാണ്. പിന്നെ എന്നാ ചെയ്യാൻ പറ്റും? അമ്മമാരെ നേരി കാണിച്ചു കഴിഞ്ഞപ്പോൾ അമ്മമാർക്ക് വിശ്വാസമായി. അങ്ങ് മേളിലേക്ക് റോഡ് പോകുന്നതാണ് കേട്ടോ. ഇതുവഴി വന്ന് കട്ടപ്പനയ്ക്കാണ് പോകുന്നത്. വാഗമണ്ണ് കയറി അങ്ങനെ പോവാണ്. അപ്പോൾ അമ്മമാരെല്ലാം കൂടെ വെള്ളത്തിൽ കളിക്കുക കേട്ടോ. ഇത് ചേച്ചിയുടെ ഇളയ കൊച്ച്, മൂത്തവൻ അവിടെ ബ്ലാക്ക് ടീഷർട്ട് ഇട്ട് നിൽക്കുന്നത്. പിന്നെ എൻ്റെ കൊച്ച്, പിന്നെ റെഡ് ബനിയൻ ഇട്ടത് മമ്മിയുടെ ചേച്ചിയുടെ മോൻ്റെ കൊച്ചാണ്. മോൻ്റെ രണ്ടാമത്തെ കൊച്ച്. ഇവൻ്റെ മൂത്തയാളുടെയാണ് ആദ്യ കുർബാന നാളെ. അപ്പോഴാണ് അവിടെ ഒരു പേര് നിൽക്കുന്നത് കണ്ടത്. പിന്നെ എല്ലാവരും അങ്ങോട്ടേക്കായി ശ്രദ്ധ. അപ്പം അതിൽ നിറച്ച് പേരയ്ക്കപ്പഴം ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ കുറേ ഞങ്ങൾ അത്യാവശ്യം അതിനകത്ത് നിന്ന് മുഴുവൻ അടിച്ച് പറിച്ചു. നല്ല മധുരം ഉണ്ടായിരുന്നേ. ഇതേണ്ട പൂസേ, അല്ലല്ലല്ല, ഇത് ഈ നീണ്ടു നിൽക്കുന്ന അത് തന്നെ. പോയി പിടിക്കാം. ചാടിക്കടാ. ആൻഡ്രോ അതിന്റെ മേളിൽ കിടക്കുന്നു. പിടിച്ചോ. അതിന്റെ അപ്പുറത്തേത് ഇത് കാച്ച് പിടിക്ക. മരം പഠിക്കണ്ടു. ഇത് ഇല്ല, നീ പറിച്ചാൻ്റെ ഇത് തൊട്ട് മേലോട്ട് നോക്കി. അത് തന്നെ. തോന്നിട്ട് പൊട്ടും. അങ്ങനെ ഞങ്ങൾ പേരയ്ക്കാപ്പഴമൊക്കെ പഴച്ചു. ഇതാണ് മമ്മിയുടെ ആങ്ങള. അങ്കിളിന് വീഡിയോയ്ക്കകത്ത് വരാനൊരു ചമ്മലായിരുന്നു. പിന്നെ ഇത് മമ്മിയുടെ ചേച്ചിയുടെ മൂത്ത മോൻ്റെ വൈഫും പിള്ളേരുമാണ്.
അങ്ങനെ എല്ലാവരും അടുക്കളയിൽ കൂടി വർത്താനമൊക്കെ വല്ലപ്പോഴും വല്ല ഇങ്ങനെയൊക്കെയുള്ള ഒരു അവസരങ്ങൾ കിട്ടത്തുള്ളൂ. അതെല്ലാം നമ്മൾ മാക്സിമം മുതലാക്കണമല്ലോ. അപ്പോൾ വൈകിട്ട് സ്പെഷ്യല് കപ്പയും എല്ലുമായിരുന്നു. കിച്ചൂസ് ആദ്യം ഈ പിള്ളേരൊന്നുമായിട്ട് അടുക്കുകയല്ലായിരുന്നു. അത് കഴിഞ്ഞപ്പോഴത്തേനും പിന്നെ കിച്ചൂസ് കമ്പനിയായി. പിന്നെ ഞങ്ങളെല്ലാവരും കൂടി അമ്മമാരെ പിള്ളേർ സെറ്റ് എല്ലാം കൂടെ ഇരുന്ന് ആദ്യം ഇരുന്ന് ഫുഡൊക്കെ കഴിച്ചു. വീഡിയോ എടുക്കാമെന്ന് കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും അവൻ കഴിച്ച് കാണിക്കുള്ളൂ കേട്ടോ. നല്ല രസമായിരുന്നു. തലേദിവസം പോകണ്ടെന്ന് വിചാരിച്ചായിരുന്നു. പിന്നെ അങ്ങ് പോയേക്കാലോ, ഒത്തിരി നാളായി പോയിട്ട്, അതുകൊണ്ട് അങ്ങ് പോയേക്കാലോ എന്ന് ഓർത്തങ്ങ് പോയതാണ്. ഇങ്ങനെയുള്ള നിമിഷങ്ങൾ വളരെ കുറവായിരിക്കുമല്ലോ. ചേച്ചിയുടെ മൂത്ത മോൻ്റെ കൊച്ചിൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. അതും ഞങ്ങളങ്ങോട്ട് ആഘോഷിച്ചേക്കാമെന്ന് വെച്ചു. അങ്ങനെ ചെറിയ രീതിയിൽ ഒരു കേക്കൊക്കെ വാങ്ങിച്ച് ഞങ്ങളെല്ലാവരും കൂടി കേക്കൊക്കെ കട്ട് ചെയ്തു. കിച്ചൂസ് ഇവനൊക്കെ ഒരു ഏകദേശം അടുത്തടുത്ത് വരുന്ന ആളാണ് കേട്ടോ. കയ്യിലെ കണ്ണാടി മാറ്റിക്കേ. മമ്മി വാ. മമ്മിക്ക് മമ്മി കൊച്ചു കേക്ക് വേണ്ടി നടന്നു. ആന്റിക്ക് കൊടുക്ക. മതി മതി. നീ ആന്റിക്ക് കൊടുക്കുക. ഇവിടെ കേക്ക് എടുത്തോണ്ട് ആന്റിക്ക് കൊടുക്ക. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ രാവിലെ പള്ളിയിലേക്ക് പോവുകയാണ്. ഇത് AVTയുടെ തേയില ഫാക്ടറിയാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ പശുപ്പാറ എത്തി. ഇവിടെ എന്തോ SNDPയുടെ എന്തോ ഇതുണ്ടായിരുന്നു, ചടങ്ങുകൾ. അപ്പോൾ ഇതുവഴിയൊക്കെ ഞങ്ങൾ പണ്ട് നടന്നു വരുമായിരുന്നു. ഞാനും മമ്മിയൊക്കെ ഇതുവഴി നടന്ന് താഴേക്കൊക്കെ പോകുമായിരുന്നു വീട്ടിലേക്ക്. ഇപ്പോഴാണ് ഇങ്ങനെ വണ്ടി യാത്ര ചെയ്ത് വരുന്നത്. അങ്ങനെ ഞങ്ങൾ പള്ളിയിലെത്തി. പിള്ളേരെല്ലാം റെഡി ആവുകയാണ് കേട്ടോ വാതിൽ കുർബാനയ്ക്കുള്ള. ഒത്തിരി പേരൊന്നും ഇല്ലായിരുന്നു. ഒരു പെങ്കൊച്ചും ബാക്കി 4-5 ആൺപിള്ളേർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആദ്യം മാത്രം ഇങ്ങനെ കുത്തിയിരുന്ന് വീഡിയോ എടുത്താൽ ഒന്ന് ഒരുക്കുന്നതിന്റെ ആ ഒരു ഇതൊന്ന് കാണിച്ചേ. ഇവിടെ വീഡിയോ എടുക്കണം. വീഡിയോ ഓൾറെഡി ഉണ്ട്. വീഡിയോയും എടുത്തു. എന്നാ സിസ്റ്റം കൂടെ അടുത്ത് വന്നു. വേറെ കുഴപ്പമില്ല അല്ല. ഇവിടെ എത്ര ഒരുക്കി പൊറുക്കി എടുത്തതല്ലേ. എല്ലാവരും ആദ്യം താത്ത് പിടിച്ച എങ്ങനെ പിടിച്ച ഇത്രയും താത്ത് പിടിച്ച് ഓക്കെ. സന്തോഷമായിട്ട് ഇവിടെ വയ്ക്കുക. എല്ലാവരും ഇവിടെ വയ്ക്കുക. മാതാപിതാക്കൾ അഡ്മിക്കുന്നവരും ആ പിള്ളേർ പ്രാർത്ഥനയിലൊന്നും പങ്കെടുപ്പിക്കുമെന്ന് പറഞ്ഞു.
നോക്കാം. സജീവമായി പങ്കെടുക്കുവാനും ഞങ്ങളുടെ ജീവന്റെയും ഉയർപ്പിന്റെയും കാരണമായ തിരിച്ചറി രക്തങ്ങൾ യോഗ്യതയുടെ കൂടെ സ്വീകരിക്കുവാനും ഞങ്ങളെ ശക്തരാക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കുർബാന സ്വീകരിച്ച കുട്ടികൾ നമ്മുടെ സിസ്റ്റേഴ്സ് വളരെ നന്നായിട്ട് പരിശീലിപ്പിച്ചിട്ടുണ്ട്. 4 പേരും ആ പ്രക്രിയയിൽ പങ്കുചേർന്നു, നമ്മുടെ വിമലാൽ അമ്മ ഉൾപ്പെടെ. ഞാൻ അവരെ നന്ദിയോടെ ഓർക്കുകയാണ്. വിമൽ സിസ്റ്ററാണ് ഈ കുട്ടിയുടെ ക്ലാസ് ഈ കഴിഞ്ഞ ഒരു വർഷക്കാലം നയിച്ചത്. കുട്ടിയെ നന്ദി പറയുന്നു. അതുപോലെ നമ്മുടെ ആൽഫി സിസ്റ്ററാണ് ഇവർക്ക് ഈ അവസാന ഒരുക്കവും ഫോർമേഷനും പിള്ളേരെ പഠിപ്പിക്കുകയൊക്കെ ചെയ്തത്. സിസ്റ്റർ ഒത്തിരി കഷ്ടപ്പെട്ടിട്ടുണ്ട്. സിസ്റ്റർ കൃത്യമായിട്ട് നന്ദി പറയുന്നു. പിള്ളേരുടെ ഒരു ചെറിയൊരു ഗിഫ്റ്റ് സിസ്റ്ററിന് ഇപ്പം ഇതെല്ലാം ചെയ്ത എനിക്കും ഒരു ഗിഫ്റ്റ് വേണം. സാധനമൊന്നും തരണ്ട, ഒരു പ്രത്യേക പ്രാർത്ഥന. എൻ്റെ ഒരു സുഹൃത്ത്, എൻ്റെ വളരെ അടുത്ത സുഹൃത്താണ്. അദ്ദേഹത്തിൻ്റെ പേര് ജോണി അബ്രഹാം എന്നാണ്. തിരുവനന്തപുരത്ത് ആണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ തിരുവനന്തപുരത്തുള്ള 2 സ്ഥലങ്ങൾ, പാപ്പൻകോട് എന്ന് പറയുന്ന സ്ഥലത്ത് 8 ഏക്കർ സ്ഥലവും നെടുമങ്ങാട് എന്ന് പറയുന്ന സ്ഥലത്ത് 35 ഏക്കർ സ്ഥലവും വിൽക്കാനുള്ള പ്രോസസ്സുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. വാങ്ങിക്കാൻ ഏതാനും വ്യക്തികൾ റെഡിയായിട്ട് വന്നിട്ടുണ്ട്. അതുകൊണ്ട് പൂർത്തിയാകുന്നില്ല. എന്തോ ഒരു തടസ്സം നിൽക്കുന്നുണ്ട്. അധിക ദിവസങ്ങളിൽ നാളെ കഴിഞ്ഞും അത് പൂർത്തിയാകാൻ വേണ്ടി നിങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കണം. ഞാൻ വാക്ക് കൊടുത്തിട്ടുണ്ട്. എൻ്റെ ഇടവക്കാർ ഒത്തിരി പ്രാർത്ഥിക്കുന്നവരാണ്. അതെല്ലാം ഇന്ന് പ്രാർത്ഥിക്കും, നാളെയും പ്രാർത്ഥിക്കും. ഈ കാര്യം നടക്കും. അതിലൂടെ നമുക്ക് അനുഗ്രഹങ്ങളുണ്ടാവും. ഒത്തിരി നല്ല കാര്യങ്ങൾ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. ഇതാണ് എനിക്ക് നിങ്ങൾ തരേണ്ട ഗിഫ്റ്റ്. സാധിക്കുമെങ്കിൽ ഒരു 50 നന്മയോടെ ചൊല്ലി എല്ലാവരും ഈ കാര്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. ഇനി കുറച്ച് അറിയിപ്പുകളുണ്ട്. അമ്മയുടെ ചാച്ചനും അമ്മയും മരിച്ചുപോയി. അപ്പോൾ അവിടെ പ്രാർത്ഥിക്കാനായിട്ട് കല്ലറയിൽ വന്നാണ്.